ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗ്രീൻ ചില്ലീസ്. കോളിഫ്ലവർ ചില്ലി അല്ലെങ്കിൽ ചില്ലി ഗോബി എങ്ങനെ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു കോളിഫ്ലവർ ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഇത് കഴുകിയെടുക്കണം. അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ തിളച്ച വെള്ളത്തിൽ കഴുകുമ്പം ഇതിലെ പുഴുക്കൾ ചാകും. പിന്നെ മറ്റേ രാസവസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് പോവും. അപ്പോൾ വെള്ളം തിളപ്പിക്കുമ്പോൾ കുറച്ച് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം ആ തിളച്ച വെള്ളത്തിൽ തന്നെ അത് കിടക്കട്ടെ. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ പുതിയ ചാനലാണ്. ഗ്രീൻ ചില്ലീസ് എന്നാണ് ഈ ചാനലിൻ്റെ പേര്. ഈ ചാനലിലെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ്, അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് വാരി എടുത്തിട്ട് അതിലോട്ട് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. പിന്നെ ചില്ലി പൗഡർ കടകളിലൊക്കെ കിട്ടും. ചില്ലി പൗഡറില്ലേ, ചിക്കൻ ചില്ലി പൗഡറില്ലേ, അത് 2 പാക്കറ്റ്, അതായത് 100 ഗ്രാം ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ചില ചില്ലി പൗഡറിൽ തന്നെ ഉപ്പുണ്ടാവും, സോ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഉപ്പൊക്കെ ഇടേണ്ടത്. പിന്നെ ഒരു മുട്ട ഒഴിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതിൽ ഉപ്പില്ലായിരുന്നതുകൊണ്ട് നമ്മൾ തന്നെ ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞു കൊടുക്കുക. പിന്നെ ഒരു കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അരിപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ. നന്നായി കുഴച്ച് ഒരു അരമണിക്കൂർ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട് മാറ്റി വയ്ക്കാം. മൂടി വെക്കുന്നുണ്ട്. എന്നിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അടിഭാഗം മൊരിഞ്ഞതിന് ശേഷം മറിച്ചിടുക. എന്നിട്ട് നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം. നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചില്ലി ഗോബി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കുറച്ച് സവാളയും കറിവേപ്പിലയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അതിനുശേഷം കറുമുറ ചായയുടെ ഒപ്പം കഴിക്കാം. അടിപൊളി രുചിയായിരുന്നു. അപ്പോൾ ഇഷ്ടമായാലൊന്നും മടിക്കാതെ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.